നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ഈരാറ്റുപേട്ട പനക്കപ്പാലത്ത് ദമ്പതിമാർ ആത്മഹത്യ ചെയ്തു. ജീവനൊടുക്കിയത് ഈരാറ്റുപേട്ട സ്വകാര്യ ആശുപത്രി നഴ്സിംഗ് സൂപ്രണ്ട് രശ്മിയും ഭർത്താവ് വിഷ്ണുവും. സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നതായി സൂചന. ബ്ലേഡ് മാഫിയയുടെ ഭീഷണിയും മരണത്തിന് കാരണമായി. റബ്ബർ വിലയിൽ വർധന. കിലോയ്ക്ക് 200 രൂപ. റബ്ബറിന്റെ ഉൽപാദനക്കുറവ് വില ഉയർത്തുന്നു. ചെറുകിട റബ്ബർ വ്യാപാര മേഖല പ്രതിസന്ധിയിൽ. ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കോട്ടയത്ത്. 1000 കുട്ടികൾക്കൊപ്പം സുംബ ഡാൻസ് ചെയ്ത് മന്ത്രി VN വാസവൻ. മാനസിക ഉണർവ് ഉറപ്പാക്കാൻ കഴിയുന്ന ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി. പൂവരണിയിൽ വഴിയാത്രക്കാരൻ കാറിടിച്ചു മരിച്ചു. മരിച്ചത് വെള്ളിയപ്പള്ളി കൊട്ടാരത്തിൽ ജോർജ് വർക്കി. അപകടമുണ്ടാക്കിയത് റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ അമിത വേഗതയിലെത്തിയ കാർ. വാർത്തകൾ വിശദമായി. ഈരാറ്റുപേട്ട പനക്കപ്പാലത്ത് ദമ്പതിമാരെ മരിച്ച നിലയിൽ കണ്ടെത്തി. രാമപുരം കൂടപ്പുലം സ്വദേശി രശ്മി, ഭർത്താവ് മേലുകാവുമറ്റം സ്വദേശി വിഷ്ണു S. നായർ എന്നിവരെയാണ് വീടിന്റെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സാമ്പത്തിക പ്രതിസന്ധിയും കുട്ടികൾ ഇല്ലാത്തതും ദമ്പതികളെ മരണത്തിലേക്ക് നയിച്ചെന്നാണ് സൂചന. ഈരാറ്റുപേട്ട പനക്കപ്പാലത്ത് ദമ്പതിമാരെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് മരുന്ന് കുത്തിവെച്ചെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു. മൃതദേഹത്തിന് സമീപത്തു നിന്നും സിറിഞ്ചുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈരാറ്റുപേട്ട സൺറൈസ് ആശുപത്രിയിലെ നഴ്സിംഗ് സൂപ്രണ്ട് രാമപുരം കൂടപ്പലം സ്വദേശി രശ്മി, ഭർത്താവ് വിവിധ സ്ഥാപനങ്ങളിൽ കരാറെടുത്ത് ജോലി ചെയ്യുന്ന മേലുകാവുമറ്റം സ്വദേശി വിഷ്ണു S. നായർ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവർ താമസിക്കുന്ന പനക്കപ്പാലത്തെ വാടക വീടിനുള്ളിലെ കിടപ്പുമുറിയിൽ രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി. ഈരാറ്റുപേട്ട സൺറൈസ് ആശുപത്രിയിൽ നിന്നും രാവിലെ രശ്മിയെ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും ഇവരെപ്പറ്റി വിവരം ലഭിച്ചിരുന്നില്ല. തുടർന്ന് ആശുപത്രി അധികൃതർ ഈരാറ്റുപേട്ട പോലീസിൽ വിവരം അറിയിക്കുകയും തുടർന്ന് അവർ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ രണ്ടുപേരുടെയും മൃതദേഹം കണ്ടെത്തുകയുമായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധിയുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ദമ്പതിമാർ ജീവനൊടുക്കിയ സംഭവങ്ങൾ കേരളത്തിൽ അടുത്തിടെയായി വർദ്ധിച്ചു വരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഈരാറ്റുപേട്ട. റബ്ബർ വിലയിൽ വർധന. 200 രൂപയിലധികം വില റബ്ബറിന് ലഭിക്കുന്നുണ്ട്. റബ്ബറിന്റെ ലഭ്യതക്കുറവാണ് വില ഉയരാൻ ഇടയാക്കിയതെന്ന് ചെറുകിട വ്യാപാരികൾ പറയുന്നു. റബ്ബർ മേഖലയെ സംരക്ഷിച്ചില്ലെങ്കിൽ കുറഞ്ഞ നാളുകൾക്കുള്ളിൽ ചെറുകിട വ്യാപാര മേഖല പൂർണ്ണമായും ഇല്ലാതാകുമെന്നും വ്യാപാരികൾ പറയുന്നു. രാജ്യാന്തര തലത്തിൽ റബ്ബറിന്റെ വില ഉയർന്നതോടെ സംസ്ഥാനത്തും റബ്ബർ വില 200 രൂപ പിന്നിട്ടു. കുറച്ച് നാളുകൾക്ക് ശേഷം വില കൂടിയെങ്കിലും റബ്ബർ കർഷകർക്ക് സന്തോഷം നൽകുന്നതല്ല നിലവിലെ സാഹചര്യം. തുടർച്ചയായ മഴ മൂലം പല തോട്ടങ്ങളിലും ടാപ്പിംഗ് നിലച്ചിട്ടുണ്ട്. മഴ മറയിട്ട തോട്ടങ്ങളിൽ മാത്രമാണ് ടാപ്പിംഗ് നടത്തുന്നത്. റബ്ബർ ഉൽപാദനത്തിന് കുറവാണ് നിലവിൽ വില വർദ്ധിക്കാൻ കാരണം. നേരത്തെ 10 റബ്ബർ മരം വെട്ടിയാൽ 1 ഷീറ്റ് ലഭിച്ചിരുന്ന സ്ഥാനത്ത് കാലാവസ്ഥാ വ്യതിയാനം മൂലം 20 റബ്ബർ മരങ്ങൾ വെട്ടിയാൽ മാത്രമേ 1 ഷീറ്റ് ലഭിക്കുകയുള്ളൂ. കൂടാതെ കോവിഡ് മഹാമാരിക്ക് ശേഷം ഇടത്തരം റബ്ബർ കർഷകർ റബ്ബർ ഷീറ്റ് ആക്കി മാറ്റുന്നത് കുറച്ചിട്ടുണ്ട്. റബ്ബർ പാലായിട്ടാണ് കൂടുതൽ ആളുകൾ നൽകുന്നത്. ഇത് ചെറുകിട വ്യാപാര മേഖലയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. 250 രൂപയിൽ കുറയാതെ വില നിശ്ചയിച്ച് റബ്ബർ സംഭരിക്കാൻ നടപടി ഉണ്ടായില്ലെങ്കിൽ ചെറുകിട റബ്ബർ വ്യാപാര മേഖല പൂർണ്ണമായും ഇല്ലാതാകുമെന്ന് പാമ്പാടിയിലെ ചെറുകിട വ്യാപാരി കുര്യൻ സക്കറിയ പറഞ്ഞു. വ്യാപാരം ഞങ്ങൾ ഈ മേഖലയിൽ നിന്നൊക്കെ ഞങ്ങൾ തീരാൻ പോവാണ്. ഞങ്ങളുടെ ഈ മേഖല എന്നുവെച്ചാൽ റബ്ബറില്ല, അല്ലെങ്കിൽ തന്നെ വെട്ടുകാർ പാല് കൊടുക്കാനായിട്ടാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. അത് കുറവാണ്, വെട്ട് കുറവാണ്. ഉള്ളത് തന്നെ പാലായിട്ടാണ് പോകുന്നത്. ഈ റബ്ബർ കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഞങ്ങളെല്ലാം ഒരു 4-5 വർഷത്തിന് ഈ സാഹചര്യം ഇതേ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ 4-5 വർഷം കൊണ്ട് ഈ മേഖല പൂർണ്ണമായിട്ടും ഇല്ലാതാകും എന്നുള്ളതാണ് സത്യം. റബ്ബർ മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറാകാത്ത പക്ഷം കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി ദയനീയമാകുമെന്നും കച്ചവടക്കാർ ഓർമ്മിപ്പിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കോട്ടയത്ത് നടന്നു. മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. 1000 കുട്ടികൾക്കൊപ്പം മന്ത്രി സുംബ ഡാൻസ് കളിച്ചു. വിദ്യാർത്ഥികൾക്കൊപ്പം സുംബ ഡാൻസ് കളിച്ച് സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ. മൗണ്ട് കാർമൽ ഹൈസ്കൂളിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് കുട്ടികൾക്കൊപ്പം മന്ത്രിയും ചുവടുവെച്ചത്. സ്കൂളിലെ 1000-ഓളം വരുന്ന കുട്ടികളും സുംബയിൽ അണിചേർന്നു.
സൂംബ ഡാൻസിലൂടെ കുട്ടികൾക്ക് ലഭിക്കുന്നത് കായികവും മാനസികവുമായ ഉണർവാണെന്ന് മന്ത്രി പറഞ്ഞു. ലഹരിക്കെതിരെ ദീർഘവീക്ഷണവും ഭാവനാസമ്പന്നവുമായ പ്രവർത്തനങ്ങൾക്കാണ് സർക്കാർ രൂപം നൽകിയിരിക്കുന്നത്. അതിനായി കക്ഷി രാഷ്ട്രീയ ജാതി മത വർഗ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുമിപ്പിച്ചു കൊണ്ടുപോകും. മാനസികവും കായികവുമായ ഉണർവ് ഉറപ്പാക്കാൻ കഴിയുന്ന ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് നടത്തുക എന്നുള്ള പ്രവർത്തനമാണ്. അതിനെ പല രൂപത്തിൽ വിവാദങ്ങൾക്ക് വിധേയമാക്കാൻ മുന്നോട്ട് വരുന്നവരോടെല്ലാം ഗവൺമെന്റിന് പറയാനുള്ളത്, ഇപ്പോൾ സൂംബ ഡാൻസ് നടത്തിയാൽ കുട്ടികൾക്കുണ്ടാകുന്ന മാനസികവും കായികവുമായ ഒരു ഉണർവുണ്ട്. ആ ഉണർവാണ് ഇപ്പോൾ ഇവിടെ കാണാൻ പോകുന്നത്. നമ്മുടെ കുട്ടികളെല്ലാം അതിനുവേണ്ടി തയ്യാറെടുത്ത് ഊർജ്ജസ്വലരായി മുന്നോട്ട് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ മുമ്പിൽ ആ കുട്ടികളിൽ ഉണ്ടാകുന്ന മാനസികമായ ഉന്മേഷവും കായികമായ ഉണർവും നിശ്ചയമായും നാളുകളിൽ അവരുടെ പൊതുജീവിതത്തിൽ പ്രതിഫലിക്കുന്ന ഘടകമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ലഹരിക്കെതിരെ സൂംബ ഡാൻസ് കളിച്ച് മൗണ്ട് കാർമലിലെ വിദ്യാർത്ഥികളെ അനുമോദിക്കാനും മന്ത്രി മറന്നില്ല. ചടങ്ങിൽ കോട്ടയം നഗരസഭാ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാംഗം അജിത് പൂഴിത്തറ, പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹണി ജി അലക്സാണ്ടർ, SSK ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ KJ പ്രസാദ്, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ MR സുനിമോൾ, സ്കൂൾ പ്രിൻസിപ്പൽ TP മേരി, ഹെഡ്മിസ്ട്രസ് റവറന്റ് സിസ്റ്റർ AS ജെയിൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൂവരണിയിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ വഴിയാത്രക്കാരൻ കാർ ഇടിച്ച് മരിച്ചു. പാല വെള്ളിയപ്പള്ളി കൊട്ടാരത്തിൽ ജോർജ് വർക്കിയാണ് മരിച്ചത്. 12-ാം മൈലിലെ ധാന്യമില്ലിലെ ജീവനക്കാരനായിരുന്നു ജോർജ്. രാവിലെ 8:45 മില്ലിലേക്ക് പോകാൻ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ പൊൻകുന്നം ഭാഗത്തു നിന്നും വന്ന കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. പാല ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മണർകാട് മഠത്തിപ്പടി റോഡിൽ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ ശ്രമദാനം. കുഴികൾ നിറഞ്ഞ റോഡ് നന്നാക്കണമെന്ന് PWD അധികൃതരോട് നിരവധി തവണ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഫലം കാണാതെ വന്നതോടെയാണ് നാട്ടുകാർ നേരിട്ട് രംഗത്തെത്തിയത്. പുതുപ്പള്ളി മണർകാട് റോഡിൽ മഠത്തിപ്പടി ഭാഗത്ത് മാസങ്ങളായി റോഡിൽ രൂപപ്പെട്ട കുഴികൾ 6-ാം വാർഡ് മെമ്പർ ജിനു ജോണിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ ചേർന്ന് അടച്ചു. റോഡിലെ കുഴികളിൽ വീണ് നിരവധി ബൈക്കുകൾ സ്ഥിരമായി അപകടത്തിൽപ്പെടുന്നുണ്ടായിരുന്നു. റോഡിന്റെ വശങ്ങളിലൂടെ വെള്ളം ഒഴുകിപ്പോകുന്നതിന് തടസ്സമുണ്ടായതാണ് റോഡിൽ കുഴികൾ രൂപപ്പെടാൻ കാരണം. ടാറിങ് ഇളകി മെറ്റൽ പൊങ്ങി വലിയ കുഴികളാണ് റോഡിൽ ഉണ്ടായിരുന്നത്. ഇതോടെ വലിയ തോതിൽ ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടിരുന്നു. തുടർച്ചയായ മഴ മൂലം കുഴികളിൽ വെള്ളം നിറയുകയും ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാകുകയും ചെയ്തിരുന്നു. തുടർന്നാണ് മണ്ണും കട്ടയും ഉപയോഗിച്ചുള്ള മക്ക് ഉപയോഗിച്ച് നാട്ടുകാർ കുഴികൾ അടച്ചത്. ഇവിടുത്തെ റോഡിന്റെ അവസ്ഥ വളരെയധികം ശോചനീയകരമാണ്. ഒരു 3-3.5 മാസമായി ഈ റോഡ് ഈ അവസ്ഥ കിടക്കുന്നത്. വളരെയധികം അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ ഇവിടെ ഒരു വണ്ടി വന്ന് കുറെ നേരം തങ്ങി നിന്ന് അങ്ങ് ബസ്സിന്റെ അവിടെ ഒരു ബ്ലോക്കായിരുന്നു. ഇവിടെ ഈ കാണുന്ന ഓട ഇതൊരു പ്രധാന പ്രശ്നമാണ്. വെള്ളം ഒഴുകി പോകാനുള്ള യാതൊരു സൗകര്യവും ഇവിടെ ഇല്ല. ഈ കാണുന്ന കുഴികൾ കണ്ടാൽ അറിയാം. കഴിഞ്ഞ ദിവസം ആംബുലൻസ് ഇതുപോലെ തന്നെ ഇവിടെ വന്ന് അതിന് ടയർ കയറാഞ്ഞിട്ട് കുറെ നേരം ഇവിടെ തങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. എന്ന് പറയുന്ന ഒരു പടിയുണ്ട്. അവിടെ ഈ ജംഗ്ഷനിൽ ഇതുപോലെ തന്നെയാണ്. ഈ റോഡിന്റെ പല ഭാഗങ്ങളിലും ഇതുപോലെയുള്ള പൊട്ടിപ്പൊളഞ്ഞ അവസ്ഥകൾ നമുക്ക് കാണാൻ പറ്റും. ഇതിന് മെയിൻ ആയിട്ട് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓടകൾ ശരിയാക്കാത്തതാണ്. ഈ ഓടകൾ ശരിയാക്കിയ ഇല്ല എന്ന് മാത്രമല്ല, അതിലേക്ക് മണ്ണും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മണ്ണും അതുപോലെ കാടും പിടിച്ച് ഇത് പല സ്ഥലത്തും ബ്ലോക്ക്ഡ് ആണ്. ആ ബ്ലോക്ക്ഡ് ആയതുകൊണ്ട് തന്നെ ഈ വെള്ളം ഇങ്ങോട്ട് കയറി ഒഴുകുന്നത് കൊണ്ടാണ് ഈ റോഡ് ഇങ്ങനെ പൊട്ടിപ്പൊളിയുന്നത്. ഇത് എത്രയും പെട്ടെന്ന് അധികാരികളുടെ ശ്രദ്ധയിൽ പെടുത്താൻ നിങ്ങൾ സഹായിക്കണം. PWD എഞ്ചിനീയറുമായി പ്രശ്നത്തെപ്പറ്റി സംസാരിച്ചെന്നും 2 ദിവസത്തിനുള്ളിൽ മഴ മാറുന്നതോടെ പ്രശ്നം പരിഹരിക്കുമെന്ന് ഉറപ്പ് നൽകിയതായും ചാണ്ടിയുമ്മൻ MLA പറഞ്ഞു. വിളിച്ചിട്ട് ഈ അടുത്ത് ഞാൻ പറഞ്ഞു ഞങ്ങൾ നന്നാക്കാൻ പോകാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അത് കുഴപ്പമില്ല നന്നായിക്കോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് 2 മിനിറ്റ് തിരിച്ചു വിളിച്ചു. പഴയ കോൺട്രാക്ടറുമായിട്ട് സംസാരിച്ചു. പഴയ കോൺട്രാക്ടർ 2 ദിവസത്തെ വെയിലിന്റെ സമയം ചോദിച്ചു. കാരണം അതല്ലെങ്കിൽ ഇവിടെ ഇതിട്ടാൽ ആൾക്കാർ മെറ്റൽ തട്ടി വീഴും എന്ന് പറഞ്ഞ് അവർ നിൽക്കുക. പക്ഷെ തൽക്കാലം ഇതൊക്കെ ആക്കിക്കോ. ഞാനിപ്പോ ഈ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സംസാരിച്ച് ഞങ്ങൾ നന്നാക്കാൻ പോകാന്ന് പറഞ്ഞു. അല്ല അത് പറഞ്ഞു. അവർ 2 ദിവസം സമയം ചോദിച്ചിരിക്കുക. വെയിലുള്ള 2 ദിവസം വെച്ച് അവർ ടാർ ചെയ്തെന്ന് പറഞ്ഞു. കോട്ടയം ടൗൺ കയറാതെ MC റോഡിൽ എത്തുന്നതിനുള്ള എളുപ്പ വഴി കൂടിയാണിത്. അധികാരികൾ ഇടപെട്ട് ഉടൻ ശാശ്വത പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാരും നാട്ടുകാരും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ കുറവ്. പവന് 120 രൂപ കുറഞ്ഞ് 71,320 രൂപയായി. ഇതോടെ ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലെത്തി സ്വർണ്ണവില.
സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്നും ഇടിവ്. ഇതോടെ സ്വർണ്ണവില ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത്. പവന് 120 രൂപയുടെ ഇടിവാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില 71,320 രൂപയിലെത്തി. 1 ഗ്രാം 22 ക്യാരറ്റ് സ്വർണ്ണവില 15 രൂപ കുറഞ്ഞ് 8,915 രൂപയായി. ജൂൺ 13-ന് ഏപ്രിൽ 22-ലെ സ്വർണ്ണവില റെക്കോർഡ് ഭേദിച്ചിരുന്നു. ഏപ്രിൽ 22-ന് രേഖപ്പെടുത്തിയ 74,320 രൂപ എന്ന റെക്കോർഡാണ് തിരുത്തിയത്. തൊട്ടടുത്ത ദിവസവും വില വർദ്ധിച്ച് സ്വർണ്ണവില പുതിയ ഉയരം കുറിക്കുന്നതാണ് കണ്ടത്. 75,000 കടന്നും കുതിക്കുമെന്ന സൂചനയ്ക്കിടെ പിന്നീടുള്ള ദിവസങ്ങളിൽ സ്വർണ്ണവില കുറയുന്ന കാഴ്ചയാണ് കാണാനായത്. ഇന്ന് 24 ക്യാരറ്റ് സ്വർണ്ണവില 9,726 രൂപയിലെത്തി. 18 ക്യാരറ്റിന് 1 ഗ്രാമിന് 7,294 രൂപയും പവന് 58,352 രൂപയുമാണ് നിരക്ക്. അന്താരാഷ്ട്ര വിപണി നിരക്കുകൾ, ഇറക്കുമതി തീരുവകൾ, നികുതികൾ, വിനിമയ നിരക്കുകളിലെ ഏറ്റക്കുറച്ചിലുകൾ എന്നിവയാണ് ഇന്ത്യയിലെ സ്വർണ്ണവിലയെ പ്രധാനമായും സ്വാധീനിക്കുന്നത്. ഈ ഘടകങ്ങൾ ഒരുമിച്ചാണ് ദൈനംദിന സ്വർണ്ണവില നിയന്ത്രിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ശിശു സംരക്ഷണ സ്ഥാപനങ്ങളിലെ SSLC, +2 പരീക്ഷകളിൽ വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു. കോട്ടയത്ത് നടന്ന ചടങ്ങിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ ബാലനീതി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ശിശു സംരക്ഷണ സ്ഥാപനങ്ങളിൽ കഴിയുന്ന കുട്ടികളിൽ SSLC, +2 പരീക്ഷകളിൽ വിജയം കൈവരിച്ച കുട്ടികളെ അനുമോദിച്ചു. മാങ്ങാനം ക്രൈസ്തവാശ്രമ ഗുരുകുൽ ഹാളിൽ നടന്ന പ്രതിഭാ സംഗമം 2025-ൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA വിജയികൾക്ക് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ വിനയം കൈവിടരുതെന്നും നിശ്ചയദാർഢ്യമുള്ള ലക്ഷ്യബോധത്തോടെ മുന്നോട്ടു പോകണമെന്നും MLA പറഞ്ഞു. വിദ്യാഭ്യാസമാണ് സർവപ്രധാനമെന്ന് നമ്മൾ ചെറുപ്രായം മുതലേ പറഞ്ഞു പഠിക്കും എന്ന് പഠിക്കും. ജീവിതത്തിൽ അതില്ലെങ്കിലുള്ള കുഴപ്പം, അതിൻ്റെ കുറവ് ജീവിതാന്ത്യം വരെ ഉണ്ടാകും എന്നുള്ളത് സത്യമാണ്. ചില ആളുകൾ ഇങ്ങോട്ട് ഉദാഹരണം ചോദിക്കുന്നുണ്ട്. കാളിദാസൻ്റെ കൃതികൾ MA-ക്ക് പോലും പഠിപ്പിക്കുന്നില്ലേ? അദ്ദേഹത്തിന് പ്രാഥമിക വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ ഒരു മണിയോദ്യം അങ്ങനെ ആവർത്തിക്കാൻ പറ്റുന്ന ഒത്തിരി ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കാൻ പറ്റും. പക്ഷെ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നിട്ട് പോലും നമ്മൾ ഉദ്ദേശിക്കുന്ന നിലയിലേക്ക് എത്താനായിട്ട് വളരെ കഷ്ടപ്പെടേണ്ടി വരുന്നൊരു കാലഘട്ടത്തിൽ നമ്മുടെ കയ്യിൽ വിദ്യാധനം എന്ന് പറയുന്ന ധനം കൂടി ഇല്ലാതെ പോയാൽ ഉണ്ടാകുന്ന ദുരവസ്ഥയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ജലജ ചന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ശിശുക്ഷേമ സമിതി അധ്യക്ഷൻ ഡോക്ടർ അരുൺകുമാർ അധ്യക്ഷനായി. ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ CJ ബീന, സമിതി അംഗങ്ങളായ PN ശ്രീദേവി, KM സോഫി, ജോമോൻ മാത്യു, ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ ടിജു റേച്ചൽ തോമസ്, കേരള ബാലഗ്രാം ജനറൽ സെക്രട്ടറി ബീന സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം തിരുവാതുക്കലിൽ യുവാവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മാന്താറ്റിൽ പുതുപ്പറമ്പിൽ സനൂഷ് സാജുവാണ് മരിച്ചത്. ഇന്ന് രാവിലെ സനൂഷിന്റെ മൃതദേഹം കിടപ്പുമുറിയിൽ കണ്ടെത്തുകയായിരുന്നു. ചാന്താനിക്കാട് വിജിസാറ്റ് വിഷൻ കേബിൾ TV നടത്തുകയായിരുന്നു. കോട്ടയം വെസ്റ്റ് പോലീസ് സംഘം സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് തയ്യാറാക്കി. തെരുവ് നായ്ക്കൾക്ക് വാക്സിനേഷൻ നൽകുമെന്ന് പാലാ നഗരസഭ അധികൃതർ. മുഴുവൻ തെരുവ് നായ്ക്കൾക്കും പേവിഷബാധയ്ക്കെതിരെ കുത്തിവയ്പ് നൽകാനാണ് തീരുമാനം. പാലാ നഗരസഭയിലെ മുഴുവൻ തെരുവ് നായ്ക്കൾക്കും പേവിഷബാധയ്ക്കെതിരെ കുത്തിവയ്പ് നൽകാൻ മുനിസിപ്പൽ തലത്തിൽ നടന്ന ആലോചനാ യോഗത്തിന് ശേഷം കൗൺസിൽ യോഗത്തിൽ തീരുമാനമായി. നാളെ മൃഗാശുപത്രിയുമായി ചേർന്ന് നഗരസഭയിലെ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന നായ്ക്കളെ കണ്ടുപിടിച്ച് വാക്സിനേഷൻ നടപ്പിലാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. നായ്ക്കൾ ഉള്ള സ്ഥലങ്ങൾ മൃഗാശുപത്രിയിൽ അറിയിക്കുന്നതിന് കൗൺസിലർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ശേഷം നഗരസഭയിൽ ABC പ്രോഗ്രാമും വളർത്തുനായ്ക്കൾക്കുള്ള വാക്സിനേഷൻ നടത്തും. പാലാ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി തെരുവ് നായ്ക്കളാണ് സ്വൈര്യവിഹാരം നടത്തുന്നത്. ചില നായ്ക്കൾ ആക്രമണകാരികളാണ്. കാൽനട യാത്രികരെയും ഇരുചക്ര വാഹന യാത്രികരെയും ഇവ ഉപദ്രവിക്കാൻ ശ്രമിക്കാറുണ്ട്. പാലാ നഗരസഭയുടെ കീഴിൽ ഡോഗ് പാർക്ക് ഉണ്ടെങ്കിലും തിരിഞ്ഞു നോക്കാൻ ആളില്ലാതെ കാട് പിടിച്ചു കിടക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പാലാ. വെള്ളപ്പൊക്ക നിയന്ത്രണത്തിന് പുതുവഴികൾ തേടി കേരള കോൺഗ്രസ് ഇതിനായി മേഖലാതല സിംപോസിയം നടത്തി. ജൂലൈ ആദ്യവാരം ഈരാറ്റുപേട്ട, കാഞ്ഞിരപ്പള്ളി എന്നീ മേഖലകളിലും സിംപോസിയം സംഘടിപ്പിക്കും. അടിക്കടി ഉണ്ടാവുന്ന വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നതിനുള്ള പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് കേരള കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേഖലാതല സിംപോസിയം മീനച്ചിൽ താലൂക്ക് സഹകരണ എംപ്ലോയീസ് കോൺഫറൻസ് ഹാളിൽ നടന്നു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ടോബിൻ K. അലക്സ് അധ്യക്ഷത വഹിച്ചു. ജോസ് കെ മാണി MP ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഈ മീനച്ചിലാറിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്ന 18ഓളം വരുന്ന, എനിക്ക് തോന്നുന്നു 16ഓളം വരുന്ന ഈ പ്രദേശത്ത് തന്നെ ചെക്ക് ഡാമുകളുണ്ട്. ആ ചെക്ക് ഡാമുകൾ റെഗുലേറ്റ് ചെയ്തെങ്കിലേ പറ്റൂ. നമ്മളിപ്പോ ചെക്ക് ഡാം വേറെ കാലത്ത് അടച്ചിട്ടാൽ അതും മഴ പെയ്യുമ്പോൾ അത് തുറന്നില്ലെങ്കിൽ തീർച്ചയായും പെട്ടെന്ന് ചെളിയും വേസ്റ്റും എല്ലാം വന്ന് അങ്ങോട്ട് തറഞ്ഞ് അതൊരു
പിന്നെ തുറക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. അപ്പോൾ അതിനെ എഞ്ചിനീയറിംഗ് ചെയ്ത് എങ്ങനെ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഒരു കൃത്യമായ റൂട്ട് മാപ്പ് നമുക്കുണ്ടാകണം. എല്ലാ വർഷവും എങ്ങനെ വേണം, എല്ലാ വർഷവും 2 പ്രാവശ്യം വേണം, 1 പ്രാവശ്യം വേണം, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ജലസേചന വകുപ്പ് എഞ്ചിനീയർ സാം പോൾ എബ്രഹാം, മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ, സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ ഡയറക്ടർ ജെയിംസ് വടക്കൻ, വ്യാപാരി വ്യവസായി നേതാക്കന്മാരായ ഔസേപ്പച്ചൻ തകടിയൽ, അനൂപ് ജോർജ്, ബ്രില്യൻ സ്റ്റഡി സെന്റർ ഡയറക്ടർ സെബാസ്റ്റ്യൻ ജി മാത്യു, വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ജൂലൈ ആദ്യവാരം ഈരാറ്റുപേട്ട, കാഞ്ഞിരപ്പള്ളി എന്നീ മേഖലകളിലും സിമ്പോസിയം സംഘടിപ്പിക്കും. സിമ്പോസിയത്തിൽ ഉയർന്നുവരുന്ന ആശയങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് സമഗ്രമായ പദ്ധതി രേഖ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നദീതട സംരക്ഷണവും വെള്ളപ്പൊക്ക നിയന്ത്രണവും ഉറപ്പുവരുത്തുന്നതിനായി രൂപീകരിച്ചിട്ടുള്ള ഉന്നതാധികാര സമിതി മുൻപാകെ സമർപ്പിക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഈരാറ്റുപേട്ട പനക്കപ്പാലത്ത് ദമ്പതിമാർ ആത്മഹത്യ ചെയ്തു. ജീവനൊടുക്കിയത് ഈരാറ്റുപേട്ട സ്വകാര്യ ആശുപത്രി നഴ്സിംഗ് സൂപ്രണ്ട് രശ്മിയും ഭർത്താവ് വിഷ്ണുവും. സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നതായി സൂചന. ബ്ലേഡ് മാഫിയയുടെ ഭീഷണിയും മരണത്തിന് കാരണമായി. റബ്ബർ വിലയിൽ വർധന. കിലോയ്ക്ക് 200 രൂപ. റബ്ബറിന്റെ ഉൽപാദനക്കുറവ് വില ഉയർത്തുന്നു. ചെറുകിട റബ്ബർ വ്യാപാര മേഖല പ്രതിസന്ധിയിൽ. ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കോട്ടയത്ത്. 1000 കുട്ടികൾക്കൊപ്പം സുംബ ഡാൻസ് ചെയ്ത് മന്ത്രി VN വാസവൻ. മാനസിക ഉണർവ് ഉറപ്പാക്കാൻ കഴിയുന്ന ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി. പൂവരണിയിൽ വഴിയാത്രക്കാരൻ കാറിടിച്ചു മരിച്ചു. മരിച്ചത് വെള്ളിയപ്പള്ളി കൊട്ടാരത്തിൽ ജോർജ് വർക്കി. അപകടമുണ്ടാക്കിയത് റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ അമിത വേഗതയിലെത്തിയ കാർ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.